നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ജ്ഞാനിയും അജ്ഞാനിയും രണ്ട് യാത്രക്കാരാണ് എന്ന് കരുതുക. വളരെ ദൂരം നടന്ന് ഇരുവരും ക്ഷീണിച്ചു. ഇനി ലക്ഷ്യത്തിലേക്കെത്താൻ എത്ര ദൂരം കൂടി ഉണ്ടെന്നറിയാവുന്ന ജ്ഞാനി ആവേശത്തോടെ നടന്ന് ലക്ഷ്യത്തിലെത്തും. എന്നാൽ ലക്ഷ്യത്തിലേക്കുള്ള ദൂരമറിയാത്ത അജ്ഞാനി വിശ്രമിക്കും. മാത്രമല്ല, യാത്രയിൽ ഉത്സാഹവും ആവേശവും കുറവായിരിക്കും. ജീവിതയാത്രയെക്കുറിച്ചും ഈ പ്രമാണം ശരിയാണ്. ജ്ഞാനി സന്തോഷത്തോടെ ജീവിച്ച് വേഗം മോക്ഷം പ്രാപിക്കുന്നു. അജ്ഞാനി ഇഴഞ്ഞിഴഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതാണ് ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. നാമം ജപിക്ക നാം, നാമം ജപിക്ക ഹരി. നാമം ജപിക്ക നാം ഭക്തിയോടെ. ഭക്തിയുണ്ടാകുവാൻ എന്ത് വേണം ഹരി? അത്രമേൽ ചിത്തവിശുദ്ധി വേണം. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. അകമെന്നുമയ്യന്റെ മണിമന്ദിരം, ദിനമെന്നുമയ്യന്റെ പടിപൂജനം. പ്രകൃതി ശിവനോടു ചേർന്ന മരുമഴകാർന്നിടം സുന്ദരം മന്ദിരം സുരസമ്മതം. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. അരുള് കൊടുത്ത ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. സ്വാമിക്ക് കൃതമാല അഭിഷേകമാടാൻ മുജ്ജന്മ പാപവും ഈ ജന്മ പാപവും നീയെ പൊറുക്കുന്നു സ്വാമി. അഭയം തരുമമരനിടിലം നിറവായി ഒഴുകുമരിയ നദിയും. അഭയം തരുമമരനിടിലം നിറവായി ഒഴുകുമരിയ നദിയും. അറിവിൻ നിറവായി പൊരുളിൻ ഉറവായി തെളിയും അഴകായി ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. അകമെന്നുമയ്യന്റെ മണിമന്ദിരം, ദിനമെന്നുമയ്യന്റെ പടിപൂജനം. പ്രകൃതി ശിവനോടു ചേർന്ന മരുമഴകാർന്നിടം സുന്ദരം മന്ദിരം
സുരസമ്മതം ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി ഓംകാരസാരം മഹാമുക്തിരൂപം ഭജേഹം ഭജേഹം നമാമി. വിവിധങ്ങളായ കർമ്മങ്ങൾ നിറവേറ്റാൻ ദേവന്മാർ വിഭിന്ന രൂപധാരികളായി ഭൂമിയിൽ എത്താറുണ്ട്. മഹാവിഷ്ണു 10 തവണ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് തൻ്റെ കർമ്മം നിറവേറ്റിയിട്ടുണ്ട്. പരമശിവൻ പലവട്ടം പല രൂപത്തിൽ ഭൂമിയിൽ എത്തുകയും കർമ്മം നിറവേറ്റി മടങ്ങുകയും ചെയ്തു. ഇത്തരം താൽക്കാലികമായ വേഷപ്പകർച്ചയിലൊന്നാണ് കിരാതമൂർത്തി ഭാവം. കേൾക്കാം കിരാതമൂർത്തിയുടെ കഥ ഇന്നത്തെ കഥയമമയിൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മഹാദേവന്റെ കഥകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുസ്മരിച്ചപ്പോൾ ഭഗവാൻ അന്തകനെ നിഗ്രഹിക്കുന്നത് പറഞ്ഞു, ത്രിപുരങ്ങളെ ഭഗവാൻ നശിപ്പിക്കുന്നത് പറഞ്ഞു. ഇങ്ങനെ സംഹാരത്തിന്റെ മാത്രം മൂർത്തിയായിട്ടുള്ള ഒരാളാണോ മഹാദേവൻ? ഒരിക്കലും അല്ല. ഭഗവാൻ കൽപ്രവൃക്ഷാണ്. എന്ത് ചോദിച്ചാലും അത് തരാൻ കേൾപ്പുള്ളവനാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനാണ്. നമ്മളുടെയൊക്കെ അച്ഛൻ്റെ സ്ഥാനം അലങ്കരിക്കുന്ന ദേവനാണ്. എങ്ങനെയാണോ വാക്കും അർത്ഥവും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്, അതിനെ എങ്ങനെയാണോ പിരിക്കാൻ സാധിക്കാതിരിക്കുന്നത്, അതുപോലെ എപ്പോഴും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാരതത്തിൻ്റെ കാളിദാസൻ രഘുവംശം തുടങ്ങുന്നത്. വാക്കും അർത്ഥവും ചേർന്നിരിക്കുന്നത് പോലെ ചേർന്നിരിക്കുന്ന പാർവതി പരമേശ്വരന്മാർ. അതിൽ പാർവതി നമ്മളുടെയൊക്കെ തന്നെ ലോകമാതാവ്, മഹാദേവൻ നമ്മളുടെയൊക്കെ അച്ഛൻ. അദ്ദേഹം എടുത്തിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഒരു രൂപമാണ് അദ്ദേഹത്തിൻ്റെ കിരാത രൂപം. കാട്ടാളനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുള്ള ആ വിശേഷപ്പെട്ട കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഈ കഥ നടക്കുന്നത് ദ്വാപര യുഗത്തിലാണ്. ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ കൃഷ്ണാവതാരം എടുത്തിരിക്കുന്ന സമയമാണ് ദ്വാപര യുഗം. ഈ സമയത്താണ് കള്ളച്ചൂതിൽ തോറ്റ പാണ്ഡവർക്ക് അജ്ഞാതവാസവും വനവാസവും അനുഭവിക്കേണ്ടി വരുന്നത്. വനവാസത്തിലേക്ക് പോയ പാണ്ഡവരിലെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അർജുനോട് ഭഗവാൻ പറയുന്നുണ്ട്, അർജുന, എന്തായാലും കുറച്ച് സമയമുണ്ട്. ഈ സമയത്ത് നാട്ടിലേക്കൊന്നും വരാൻ പറ്റില്ല, കാട്ടിലാണ് താമസമൊക്കെ. ഈ സമയം വെറുതെ കളയാതെ ദിവ്യാസ്ത്രങ്ങൾ സമ്പാദിക്കാനായിട്ട് ഉപയോഗിക്കുക. ആ ദിവ്യാസ്ത്രങ്ങളിൽ തന്നെ ഏറ്റവും കേമപ്പെട്ട ഒന്നുണ്ട്. അതിൻ്റെ പേര് പാശുപതം എന്നാണ്. പാശുപതാസ്ത്രം. അത് മഹാദേവന്റെ കയ്യിലാണുള്ളത്. ഈ ഒരു സമയത്ത് താൻ ആദ്യം മഹാദേവനെ പ്രീതിപ്പെടുത്തി തപസ് ചെയ്ത് ആ പാശുപതം എന്ന് വിളിക്കപ്പെടുന്ന അസ്ത്രം കൈക്കലാക്കണം. അത് ഭാവിയിൽ തനിക്ക് ഉപയോഗപ്പെടും എന്നും കൃഷ്ണൻ അർജുനോട് പറയുന്നു. അങ്ങനെ ഭഗവാന്റെ ഉപദേശം സ്വീകരിച്ച അർജുനൻ കാട്ടിൽ പോയി മഹാദേവനെ തപസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. ദീർഘനാൾ ഭഗവാനെ ഇങ്ങനെ തപസ് ചെയ്ത് അർജുനന്റെ ശരീരമൊക്കെ ശോഷിച്ചു. പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഭഗവാന് പോലും തോന്നി ഇനി അധികം താമസിയാതെ അർജുനന്റെ അടുത്ത് പ്രത്യക്ഷപ്പെടാം. ഈ സമയത്താണ് അർജുനൻ ഇങ്ങനൊരു തപസ് നടത്തുന്നുണ്ട് എന്നുള്ളത് ദുര്യോധനൻ അറിയുന്നത്. ഇതുവഴി അദ്ദേഹത്തിന് കിട്ടുന്ന ആ ദിവ്യാസ്ത്രം ഭാവിയിൽ തങ്ങൾക്ക് ഭീഷണിയാവുമെന്ന് തോന്നിയ ദുര്യോധനൻ അദ്ദേഹത്തിൻ്റെ ഒരു കൈവശമുള്ള അസുരനായിട്ടുള്ള മൂകാസുരൻ എന്ന് പറയുന്ന അസുരനെ പന്നിയുടെ വേഷത്തിൽ അയച്ച് അർജുനനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരേ സമയം ഭഗവാൻ ദർശനം കൊടുക്കാനായിട്ട് അർജുനൻ്റെ അടുത്തേക്ക് വരുന്ന സമയവും മൂകാസുരൻ അർജുനെ കൊല്ലാൻ വേണ്ടി വരുന്ന സമയവും ഒന്നായിരുന്നു എന്നാണ്. അപ്പോൾ ഭഗവാൻ നോക്കിയപ്പോൾ തൻ്റെ ഭക്തനെ കൊല്ലാൻ അതാ ഒരു അസുരൻ വരുന്നു. ഭഗവാൻ തൻ്റെ ചാപബാണങ്ങൾ എടുത്ത് ആ മൂകാസുരനാകുന്ന പന്നിക്ക് നേരെ അസ്ത്രം തൊടുക്കാനായി പുറപ്പെടുന്നു. ഇത് മനസ്സിലാക്കിയ അർജുനൻ തന്നെ ആക്രമിക്കാൻ എന്തോ ഒരു ജന്തു അതാ ഓടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അർജുനനും ഗാണ്ഡീവ് എടുത്തുകൊണ്ട് ഒരു അസ്ത്രം തൊടുക്കാനായിട്ട് പുറപ്പെടുന്നു. രണ്ടുപേരും ഒരേ സമയത്ത് ആ പന്നിയുടെ ശരീരത്തിന് നേരെ അസ്ത്രം അയക്കുന്നു. രണ്ട് അസ്ത്രങ്ങളും ഒരുമിച്ച് ചേർന്ന് ആ പന്നിയെ വധിക്കുന്നു. ഈ സമയത്ത് അർജുനൻ തൻ്റെ ഇരയായിട്ടുള്ള ആ പന്നിയുടെ അടുത്തേക്ക് പോകുമ്പോൾ മറ്റൊരു അസ്ത്രം കൂടി അതിൽ കാണുകയും ഇത് വന്ന ദിക്കിലേക്ക് അദ്ദേഹം നോക്കുന്ന സമയത്ത് അതിഘോര രൂപിയായിട്ടുള്ള ഒരു കാട്ടാളനും ഒരു കാട്ടാളത്തെയും കുറെ കാട്ടാളൻ്റെ മക്കളും എല്ലാവരും കൂടെ ചേർന്ന ഒരു കാട്ടാളപ്പട തൻ്റെ നേരെ വരുന്നതാണ് കണ്ടത്. അവരും അർജുനനും തമ്മിലുള്ള തർക്കം അവിടെ രൂപപ്പെടുന്നു. ആ പന്നിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഭഗവാൻ അർജുനോട് തർക്കിക്കുന്നു. അർജുനന്റെ ഞാൻ എന്ന ബോധത്തെ ഭഗവാൻ ഇല്ലാണ്ടാക്കുന്നു. അർജുനൊരു വിചാരം ഉണ്ടായിരുന്നു, ഈ ഗാണ്ഡീവൻ കയ്യിലുണ്ടെങ്കിൽ, അമ്പൊടുങ്ങാത്ത ആവനാഴി കയ്യിലുണ്ടെങ്കിൽ എന്തും എന്നെ കൊണ്ട് സാധിക്കുന്നു. ഭഗവാൻ നേരിട്ട് അർജുനോട് യുദ്ധം ചെയ്യുന്നു കിരാതരൂപത്തിൽ.
അർജുനൻ അറിയില്ല ഈ വന്നു നിൽക്കുന്നത് മഹാദേവനാണെന്നൊന്നും. എങ്കിലും തൻ്റെ വീര്യത പ്രകടിപ്പിക്കുന്നു അർജുനൻ. പക്ഷേ ഭഗവാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അർജുനന് സാധിക്കുന്നില്ല. പലപ്പോഴും അർജുനൻ വലിയ ക്ഷതങ്ങൾ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നു ഭഗവാന്റെ കയ്യിൽ നിന്ന്. ആ സമയത്ത് എല്ലാ തരത്തിലുള്ള ഞാൻ എന്ന ബോധവും പോയപ്പോൾ ഇനി ഭഗവാൻ മാത്രമാണ് അഭയം എന്ന് തോന്നിയ അർജുനൻ അവിടെ വെച്ച് മണ്ണുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി അതിലേക്ക് പുഷ്പങ്ങൾ അർച്ചിച്ചു എന്നാണ്. അർജുനൻ നോക്കി നിൽക്കുമ്പോൾ കാണുന്നത് താൻ അർപ്പിക്കുന്ന ഓരോ പൂവും ആ കാട്ടാളനായി നിൽക്കുന്ന ആ അദ്ദേഹത്തിൻ്റെ കാലിനടിയിൽ ചെന്ന് വീഴുന്നതാണ്. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാദേവൻ തന്നെയാണെന്ന് മനസ്സിലാക്കി അർജുനൻ അദ്ദേഹത്തെ നമസ്കരിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഞാൻ എന്ന ബോധം ഇല്ലാതായ സമയത്ത് ഭഗവാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അസ്ത്രമായിട്ടുള്ള പാശുപതം എന്ന് പറയുന്ന ദിവ്യാസ്ത്രം അർജുനന് കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ്. ഇങ്ങനെയാണ് പാശുപതാസ്ത്രം അർജുനന് കിട്ടിയത്. അത് ഭഗവാന് കൊടുത്തത് കിരാതമൂർത്തിയായിട്ടുള്ള മഹാദേവനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായിട്ടുള്ള ചേലപ്പറമ്പ് നമ്പൂതിരി എഴുതിയ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മുഷ്കേ നിന്നോട് നല്ലൂ എന്നാണ്. ശിവനോട് എന്തും എളുപ്പത്തിൽ ചോദിച്ച് കിട്ടാൻ പ്രയാസമാണെന്നാണ്. എന്താ വേണ്ടത്? ഭഗവാന്റെ കയ്യിൽ നിന്ന് എനിക്കത് കിട്ടിയാൽ അത് വാങ്ങാനുള്ള പ്രാപ്തി എനിക്കുണ്ട് എന്ന് ഭഗവാന് തെളിയിക്കണം എന്നാണ്. നോക്കൂ, ചന്ദ്രഹാസം എന്ന് പറയുന്ന വാള് രാവണന് ഭഗവാൻ വെറുതെ കൊടുത്തതല്ല. കൈലാസം എടുത്ത് പൊക്കി താൻ കാണിച്ചു കൊടുത്തു, ഭഗവാനെ അങ്ങയുടെ ദിവ്യാസ്ത്രത്തെ കയ്യിൽ കൊണ്ടു നടക്കാനുള്ള ശേഷി എനിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ശിവന്. അപ്പോഴാണ് മഹാദേവന്റെ കയ്യിൽ നിന്ന് രാവണന് ചന്ദ്രഹാസം കിട്ടുന്നത്. നോക്കൂ, ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യുന്നു അർജുനൻ. ഭഗവാന് ബോധ്യപ്പെടുന്നു, ഞാൻ ഈ അസ്ത്രം കൊടുത്താലും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് അവൻ അറിയാം. അപ്പോഴാണ് പാശുപതാസ്ത്രം കൊടുക്കുന്നത്. എപ്പോഴും ഭഗവാൻ ഭക്തന്റെ പ്രാപ്തി നോക്കിയിട്ടേ എന്തെങ്കിലും തരുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ ഭഗവാൻ കേട്ടില്ല എന്ന് കരുതി ഒരിക്കലും പരിശ്രമം നിർത്തരുത്. പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, ഭഗവാനെ ബോധ്യപ്പെടുത്തുക. ഭഗവാനെ അങ്ങ് ഇത് തന്നാലും അത് ക്രിയാത്മകമായി ഉപയോഗിക്കാനുള്ള ശേഷി എനിക്കുണ്ട് എന്ന് മഹാദേവനെ ബോധ്യപ്പെടുത്തിയാൽ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ 100 ഇരട്ടി തന്ന് ആ കരുണാമയനായിട്ടുള്ള ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ആ കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ ഇനി ക്ഷേത്രാങ്കണത്തിലെത്തി ദീപാരാധന കാഴ്ച കണ്ടു മടങ്ങാം. കൊല്ലം ജില്ലയിൽ ഉൾപ്പെടുന്ന പ്രസിദ്ധമായ കൊട്ടാരക്കര, കഥകളി എന്ന കലാരൂപത്തിന്റെ കേളി എന്ന് വിശേഷിപ്പിക്കാവുന്ന രാമനാട്ടത്തിന്റെ ജന്മഭൂമിയാണ് കൊട്ടാരക്കര. കേരളത്തിന്റെ തനത് കലകളുടെ ശ്രേണിയിൽ ഒന്നാമതായി നിലയുറപ്പിച്ച ഈ കലാരൂപത്തിന്റെ സൃഷ്ടാവായ കൊട്ടാരക്കര തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഇളയിടത്ത് വലിയ കോയിക്കൽ തമ്പുരാന്റെ നാട്. ഇവിടെയാണ് വിഘ്നവിനാശകനും ഹേതുദോഷ നിവാരകനും അഭീഷ്ടദായകനുമായ ശ്രീ ഗണേശന്റെ പുണ്യസങ്കേതം. കരുണാനിധേ നിന്റെ കമനീയ രൂപം എന്നക ശ്രീലകം വാണിടേണം. പ്രണവസ്വരൂപമാം പൊൻവിഗ്രഹം ഉള്ളിലെപ്പോഴും പീയൂഷം പെയ്തിടേണം. കണ്ണിനു കർപ്പൂരമായിടേണം. ദക്ഷിണ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. കേരളത്തിലെ ഗണപതി ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം യഥാർത്ഥമായി പറഞ്ഞാൽ ഒരു ഗണപതി ക്ഷേത്രമല്ല. മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പഴയകാല നാമം. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ മുഖ്യപ്രതിഷ്ഠയായി മഹാദേവൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. പടിഞ്ഞാറ് ദർശനമായി ശ്രീ പാർവതിയുമുണ്ട്. പ്രധാന ശ്രീകോവിലിന് പുറത്താണ് ഗണപതിയുടെ പ്രതിഷ്ഠ. പ്രധാന മൂർത്തിയായി മഹാദേവൻ കിഴക്കോട്ട് ദർശനമായി ലോകാദിനാഥനും ദേവാദിദേവനുമായ ശ്രീ മഹാദേവൻ ഭക്തർക്ക് ദർശന സായുജ്യങ്ങളും അതുപോലെ തന്നെ അവർക്കേവർക്കും അനുഗ്രഹാശിസുകൾ നൽകി ഇവിടെ അനുഗ്രഹം ചൊരിയുകയാണ്. ബാലഗണപതി സങ്കല്പത്തിൽ പെരുന്തച്ചനാൽ ദാരുബിംബത്തിൽ നിർമ്മിതമായ ഭഗവാന്റെ സ്വരൂപം താന്ത്രിക പൂജാവിധാന പ്രകാരം തെക്കോട്ട് ദർശനമായിട്ടാണ് ഇവിടെ
ഭഗവാനെ പ്രതിഷ്ഠിച്ച് പൂജിച്ച് ആരാധിച്ചു വരുന്നത്. വഴിഞ്ഞിടുന്നു തവ തിരുകരുണ കടാക്ഷജാലങ്ങൾ, വിളിച്ചിടുന്നു സഹസ്രകോടി ഭക്തജനാവലികൾ. കൊട്ടാരക്കര ദേശം എന്നറിയപ്പെടുന്നത് തന്നെ ഗണപതി ഭഗവാന്റെ പേരിൽ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രമായി മാറിയതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഇളയിടത്ത് സ്വരൂപത്തിന്റെ പരദേവതാ ക്ഷേത്രമായ പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിന്റെ പണി തീർത്ത് മടങ്ങാനൊരുങ്ങുകയായിരുന്നു പെരുന്തച്ചൻ. അപ്പോഴാണ് ലക്ഷണമൊത്ത ഒരു വരിക്കപ്ലാവിൻ തടി കണ്ണിൽപ്പെട്ടത്. പിന്നെ വൈകിയില്ല, പെരുന്തച്ചൻ അതിലൊരു ഗണപതി വിഗ്രഹം കൊത്തിയെടുത്തു. താൻ പണിഞ്ഞ ക്ഷേത്രത്തിൽ താൻ നിർമ്മിച്ച ഗണപതിയെ കൂടി പ്രതിഷ്ഠിക്കണമെന്ന് പെരുന്തച്ചൻ ആവശ്യപ്പെട്ടെങ്കിലും തന്ത്രി ആ ആവശ്യം നിരസിക്കുകയായിരുന്നു. ദുഃഖിതനായ പെരുന്തച്ചൻ തന്റെ ഗണപതിയുമായി മടങ്ങി. വഴിക്ക് അകവൂർ ഊമം പള്ളിക്കാരുടെ വകയായിരുന്ന മണികണ്ഠേശ്വരം ക്ഷേത്രത്തിനടുത്തെത്തി. അവിടെ ഒരു ആൽമര ചുവട്ടിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു. ഉണ്ണിയപ്പം കൊണ്ട് നിവേദ്യവും നൽകി. നമ്മുടെ പെരുന്തച്ചൻ ഇതിന് പടിഞ്ഞാറുള്ള ക്ഷേത്രത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെരുന്തച്ചൻ അവിടെ ചെന്ന് ഒറ്റ പ്ലാവിൻ്റെ പേരിൽ തീർത്ത ഒരു ഗണപതി വിഗ്രഹം തീർത്ത് അവിടെ പ്രതിഷ്ഠിക്കാനായി രാജാവിനോട് അനുവാദം ചോദിക്കുകയും അപ്പോൾ അതിന് സ്ഥല സൗകര്യമില്ല എന്ന് പറയുകയും പെരുന്തച്ചൻ നേരെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്ന് അനുവാദം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്ഥാപിക്കാം എന്ന് പറയുകയും അതോടൊപ്പം പെരുന്തച്ചൻ സ്വയമേ തെക്ക് ഭാഗത്തേക്ക് ദർശനമായി ഗണപതിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പെരുന്തച്ചൻ്റെ പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞപ്പോൾ നിവേദ്യം നടത്താൻ തടപ്പള്ളിയിൽ നോക്കിയപ്പോൾ ആകെ അവശേഷിക്കുന്ന ഒരു ഉണ്ണിയപ്പമാണ്. ആ പെരുന്തച്ചൻ്റെ മനസ്സ് വെച്ച് ആ ഉണ്ണിയപ്പം ഭഗവാനെ നിവേദിക്കുകയും അതോടൊപ്പം തന്നെ ഉണ്ണിഗണപതിക്ക് ഉണ്ണിയപ്പം പ്രധാന വഴിപാടായി മാറുകയും ചെയ്തു. കൊട്ടാരക്കര നടയിൽ വിളങ്ങും ഗണപതി ഭഗവാനേ, ഗണപതി വിഗ്രഹം കണ്ടെത്തിയ നാട്ടുകാരും കുടുംബക്കാരും അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ക്ഷേത്രത്തിന്റെ അഗ്നികോണിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതോടെ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി അനുദിനം വർദ്ധിച്ചു വന്നു. ഉണ്ടായെന്നൊരു കാന്തടി തന്നിലനശ്വര തിരുരൂപം, അതിങ്കലെന്നും ഒരർച്ചന ചെയ്യാൻ അടിയനു കഴിയണം. സാധാരണയായി ഒരു കൊമ്പ് മുറിഞ്ഞ തരത്തിലാണ് ഗണപതിയെ നാം ചിത്രങ്ങളിലും ശില്പങ്ങളിലും കാണുക. എന്നാൽ ഇവിടുത്തെ പ്രതിഷ്ഠയിൽ ഇരു കൊമ്പുകളും നമുക്ക് കാണാം. ആലയത്തിന്റെ സ്ഥാനത്തിലുമുണ്ട് പ്രത്യേകത. സാധാരണയായി അമ്പലങ്ങളിൽ ഉപദേവനായി ഗണപതി കുടികൊള്ളുന്നത് കന്നിമൂലയിലായിരിക്കും. എന്നാൽ ഇവിടെ അഗ്നികോണിലാണ്. ആദ്യം പെരുന്തച്ചൻ നിവേദിച്ച ഉണ്ണിയപ്പമാണ് ഇന്നും ഗണപതിയുടെ പ്രധാന നിവേദ്യം. ഭഗവാന്റെ പ്രിയപ്പെട്ട നിവേദ്യമാണ് ഉണ്ണിയപ്പ നിവേദ്യം. ഭഗവാന്റെ ദൃഷ്ടി നേരിട്ട് പതിക്കുന്ന കാരയിൽ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഭക്തൻ്റെ പേരും ജന്മനക്ഷത്രവും പറഞ്ഞുകൊണ്ട് അവരുടെ അഭീഷ്ട കാര്യസാധ്യം എന്താണോ അത് മനസ്സിലാക്കി ഭഗവാനെ നിവേദിച്ച് അവർക്ക് ആ ഉണ്ണിയപ്പം തന്നെ പ്രസാദമായി നൽകുന്നു. പണ്ടുപെരുന്തച്ചനുടെ കരവിരുതനുഗ്രഹിക്കുമ്പോൾ ഉണ്ടായെന്നൊരു കാന്തടി തന്നിലനശ്വര തിരുരൂപം, അതിങ്കലെന്നും ഒരർച്ചന ചെയ്യാൻ അടിയനു കഴിയണം. എന്നും കൊട്ടാരക്കര നടയിൽ വിളങ്ങും ഗണപതി ഭഗവാനേ. കൊട്ടാരക്കര കാത്തമരും ബാലഗണേശ്വരനെ, മറ്റാരും കരയേറ്റിടാനില്ലല്ലോ ഇവനെ. കൊട്ടാരക്കര കാത്തമരും ബാലഗണേശ്വരനെ, മറ്റാരും കരയേറ്റിടാനില്ലല്ലോ ഇവനെ. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഈ സന്നിധിയിൽ ശാസ്താവ്, സുബ്രഹ്മണ്യൻ എന്നിങ്ങനെയുള്ള ഉപദേവതാ ക്ഷേത്രങ്ങളും നമുക്ക് കാണാം. മഹാദേവന്, പാർവതീദേവി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ ഇവർക്കൊക്കെ പ്രിയപ്പെട്ട നിവേദ്യങ്ങളായ അതാത് മൂർത്തിയുടെ നിവേദ്യങ്ങൾ ഇടിച്ചു പിഴിഞ്ഞ പായസം, അതോടൊപ്പം തന്നെ ശാസ്താവിന് എള്ളുപായസം, നീരാഞ്ജനം, സുബ്രഹ്മണ്യ സ്വാമിക്ക് കൗമാര സൂക്താർത്ഥന, അതോടൊപ്പം പഞ്ചാമൃത നിവേദ്യം തുടങ്ങി നിരവധി
പ്രാധാന്യമുള്ള നിവേദ്യങ്ങൾ ഇവിടെ നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ഗണപതി ഹവനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമനം, ഉരുളി വഴിപാട് എന്നിവ ഭഗവാന് സർവ്വ അഭീഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി സമർപ്പിക്കാവുന്നതാണ്. ഹൈന്ദവ സങ്കല്പത്തിൽ ഏത് മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴും പൂജകൾ നടക്കുമ്പോഴും പ്രഥമ പൂജനീയൻ ഗണപതിയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഗണപതി ക്ഷേത്രങ്ങൾ ധാരാളമായി നമുക്ക് കാണാം. ഏത് ആരാധനാ സമ്പ്രദായത്തിലും ഒഴിവാക്കാൻ കഴിയാത്ത ഗണപതിക്ക് കേരളത്തിലെ എല്ലായിടങ്ങളിലും ആരാധനാലയങ്ങളുണ്ട്. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ധാരാളം ഭക്തജനങ്ങൾ കൊട്ടാരക്കര ഗണപതിയുടെ സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട്. കൊണ്ടൊരു പ്രണവ പൊരുളായിടും അത്ഭുത വിഗ്രഹനേ, കൊണ്ടൊരു കയ്യിൽ ശംഖം, മറുകര തളിരതിലൊരു ചക്രം, കണ്ടൊരു കയ്യിൽ പത്മം, പുനരൊരു പാണിയിൽ നെയ്യപ്പം. തൈപ്പൂയവും ശിവരാത്രിയും വിനായക ചതുർത്ഥിയും ഇവിടുത്തെ പ്രധാന ദിനങ്ങളാണ്. ദിവസവും ഉണ്ണിയപ്പം നിവേദ്യം ഉണ്ടെങ്കിലും ചതുർത്ഥി ദിനത്തിലെ പ്രധാന പ്രസാദം മോദകമാണ്. ഭഗവാന് ഇഷ്ടപ്പെട്ട മറ്റൊരു നിവേദ്യമായ മോദക നിവേദ്യം വർഷത്തിൽ ഒരിക്കൽ മാത്രം ആണ് ഈ മോദകം ഇവിടെ ഭഗവാന് നിവേദിക്കുന്നത്. അന്ന് മാത്രമാണ് ഭക്തർക്ക് ഷീട്ടാക്കിയിട്ട് മോദക നിവേദ്യം പ്രസാദമായി നൽകുന്നത്. ഈ വിനായകർത്തിക്ക് 1008 നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അതോടൊപ്പം തന്നെ ഗജപൂജ, മോദക നിവേദ്യം തുടങ്ങി പൂജാവിധാനങ്ങളും ഒക്കെ നടന്നു വരികയാണ്. അന്നൊരു നാളിൽ വൈശ്രവണന്റെ അരമനയിൽ പ്രാതൽ കുണ്ടുമണങ്ങിയലെമ്പോദരനം കമ്പവിനാശകനേ. അന്നൊരു നാളിൽ വൈശ്രവണന്റെ അരമനയിൽ പ്രാതൽ കുണ്ടുമണങ്ങിയലെമ്പോദരനം കമ്പവിനാശകനേ. ഉദയാസ്തമന വിളമ്പലിൽ നിറയാതുള്ളൊരു തിരുവുള്ളം. അതോടൊപ്പം തന്നെ വിനായക ചതുർത്ഥി ദിവസമാണ് ഭഗവാന്റെ പുറത്തേക്കുള്ള എഴുന്നള്ളത്ത്. ഗണപതി ഭഗവാന് പുറത്തേക്ക് വർഷത്തിലൊരിക്കൽ മാത്രമേ എഴുന്നള്ളത്തുള്ളൂ. മേടമാസത്തിലെ തിരുവാതിര നാളിന് 11 ദിവസം മുമ്പ് കൊടിയേറി നടത്തുന്ന തിരുവാതിര ആറാട്ട് ഉത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. ശബരിമല തീർത്ഥാടന കാലത്ത് ശബരിമലയിലേക്കുള്ള പ്രധാന പാതയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ വൻ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഗജമുഖനായ കൊട്ടാരക്കര ഗണപതിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ഹിന്ദു സംസ്കാര പ്രകാരം നാം ഏവരും പ്രാർത്ഥിക്കുന്ന ഗണപതി ഭഗവാൻ, വിഘ്നേശ്വര ഭഗവാൻ, സർവ്വവിഘ്ന നിവാരണത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ മൂർത്തി ഈ ലോകത്ത് എല്ലാ സജ്ജനങ്ങൾക്കും, അതിലുപരി ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ആയുരാരോഗ്യ ഐശ്വര്യങ്ങൾ വർഷിക്കുകയാണ് ഈ പുണ്യസങ്കേതത്തിൽ. ഉദയാസ്തമന വിളമ്പലിൽ നിറയാതുള്ളൊരു തിരുവുള്ളം. ഹൃദയ നിവേദ്യമതെങ്കിൽ അറിയാൻ മതിയൊരു കൂട്ടപ്പം. കൊട്ടാരക്കര കാത്തമരും ബാലഗണേശ്വരനേ, മറ്റാരും കരയേറ്റിടാനില്ലല്ലോ ഇവനേ. കൊട്ടാരക്കര കാത്തമരും ബാലഗണേശ്വരനേ, മറ്റാരും കരയേറ്റിടാനില്ലല്ലോ ഇവനേ. കിട്ടിയിടാമടിയനൊരായിരമേത്തം തിരുമുമ്പിൽ, കാട്ടേണം നീയൊരു പോംവഴി എൻ വഴിമുട്ടുമ്പോൾ. കിട്ടിയിടാമടിയനൊരായിരമേത്തം തിരുമുമ്പിൽ, കാട്ടേണം നീയൊരു പോംവഴി എൻ വഴിമുട്ടുമ്പോൾ. പ്രഭോ ഗണപതേ, പ്രഭോ ഗണപതേ, ഗണപതേ ഗണപതേ. ആഗ്രഹം അഗ്നി പോലെയാണ്. എന്തെങ്കിലും ലഭിക്കും തോറും അത് കൂടുതൽ പടർന്നു കത്തുന്നു. അതോടൊപ്പം എന്തിൽ നിന്നാണോ അത് ഉത്ഭവിച്ചത് അതിനെ കൂടി ഇരയാക്കുന്നു. അതിനാൽ ഒന്നും ആഗ്രഹിക്കരുത് എന്നല്ല, ആഗ്രഹത്തെ വിളക്കിലെ നാളമായി ഒതുക്കി നിർത്തണം. ഒരു പന്തമായി പടർന്നു കത്താൻ അനുവദിക്കരുത്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.